45ന്റെ നിറയൗവനത്തിൽ ഭൂമി ജീവിതത്തിൽ നിന്നും അരങ്ങൊഴിഞ്ഞ കലാഭവൻ മണി ഒരു തെയ്യമായി മാറുന്നു. ആ പുനർജനിയുടെ കഥയാണ് മണിത്തെയ്യം എന്ന നോവൽ. കിടങ്ങന്നൂർ പ്രസാദ് എഴുതിയ അത്ഭുതകരമായ രചന. ആടിയതും പാടിയതും നേടിയതും സമാന ഹൃദയർക്കായി പകുത്തു നൽകിയവൻ ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള കുഞ്ഞുകുട്ടി പരാധീനർക്കായി ഗുണം വരുത്തുവാൻ ചാലക്കുടി വീരൻ മണിത്തെയ്യമായി മുടിയെടുത്ത് ആടിവരുന്നു. ദൈവത്തറയിലേക്ക് കയറി വന്ന ആൾരൂപങ്ങൾക്ക് പാട്ടിലൂടെയും വാക്കുകളിലൂടെയും പറയുവാൻ ഏറെയുണ്ടാകാം. പക്ഷേ മണി എന്നൊരു ബിംബം തെയ്യമായി മാറുമ്പോൾ സംഭവിക്കുന്ന ഉൾക്കാഴ്ചകളാണ് ഈ നോവൽ പറയുന്നത്. മുടിയെടുത്ത് മണിത്തറയിൽ പദം പാടുകയും ചൊല്ലുകയും ചെയ്തുകൊണ്ട് മണിത്തെയ്യം ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു. തെയ്യത്തിന്റെ പശ്ചാത്തലങ്ങളും ഹൃദയസ്പർശിയായ രംഗങ്ങളുമൊക്കെ അതിമനോഹരമായ ഭാഷയിൽ ഒരു ചലച്ചിത്രം എന്നതുപോലെ കിടങ്ങന്നൂർ പ്രസാദ് ഈ നോവലിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ നോവുകളിൽ വേദനിച്ച കാരുണ്യമാർന്ന ആത്മീയത അദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മഹത് പട്ടികയിലേക്ക് ഇടം നൽകി ഉയർത്തി എന്നത് തർക്കമറ്റ സംഗതിയാണ്. നോവലിന്റെ ആമുഖത്തിൽ നോവലിസ്റ്റിന്റെ വാക്കുകൾ തന്നെയാണിത്. ചാലക്കുടി വീരൻ മണിത്തെയ്യം ഇവിടെ നമ്മോടൊപ്പം ജീവിച്ച സൂര്യ തേജസ്സാർന്ന ഒരു മഹത് വ്യക്തിയാണ്. അപരന്റെ വേദന സ്വന്തം നോവായി മാറ്റുകയും തന്റെ കാരുണ്യസ്പർശം ആവോളം പാവപ്പെട്ടവന് പകർന്നു നൽകിയ വ്യക്തി. കാടും കടലും കടന്നു പേരുകേട്ട ചാലക്കുടി വീരൻ മണിത്തെയ്യമായി നോവലിൽ നിറഞ്ഞാടുന്നു. കണ്ടും കേട്ടും നമുക്കിടയിലൂടെ വേറിട്ടു നടന്ന മനുഷ്യസ്നേഹിയുടെ സ്മരണയിൽ പടുത്തുയർത്തിയ കഥാഘടന ഈ നോവലിൽ അനുഭവവേദ്യമാകുന്നു എന്നത് യാഥാർത്ഥ്യം. മനസ്സുകളിലേക്ക് നിത്യവും പകർന്നാട്ടം നടത്തുന്ന മാനവികതയുടെ ആൾരൂപമാർന്ന കലാഭവൻ മണിയെ മനസ്സിൽ കണ്ടെഴുതിയ മണിത്തെയ്യം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തിരുവല്ല ഓസോൺ ബുക്സ് ആണ്.